ഹലോ ഫ്രണ്ട്സ്, ഇന്നെൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ സാഹചര്യം. കുക്കു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ കുക്കു പറഞ്ഞാൽ നീ കുറേ നാളായി ഫിഷ് ടാങ്ക് വാങ്ങി വെച്ചിട്ട് നീ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് മീനിട്ടാലോ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല, ക്ലീനിങ് തുടങ്ങി, നല്ല വൃത്തിയായിട്ട് കഴുകി പെർഫെക്റ്റ് ആക്കി. അതിനുശേഷം അത് വയ്ക്കാനായിട്ടൊരു സ്റ്റാൻഡ് വേണം. സോ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ പോയി നോക്കി. ഇച്ചിരി എക്സ്പെൻസീവ് ആണ് സംഭവം. പിന്നെ വന്നിട്ട് വേറൊരു അരിയൊക്കെ ചെയ്ത് ഞങ്ങൾ വെള്ളമൊക്കെ നിറച്ച് ഫുൾ ആക്റ്റീവായിട്ട് നിന്ന കുക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മോനെയും കൂടി ഞങ്ങൾ മീൻ വാങ്ങാനായിട്ട് പോയി. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പം അവനിക്ക് ഭയങ്കര സന്തോഷമായി, അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. പിന്നെ ഞങ്ങൾ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുക്കുവിൻ്റെ വീട്ടിൽ പോയി കുറച്ച് ആമ്പൽ പോലത്തെ സംഭവം, ഇതിൻ്റെ പേര് എനിക്കറിയില്ല, നല്ല അടിപൊളി പായലൊക്കെ ആയിരുന്നു. അത് വാങ്ങി വന്നു. ഫുൾ എനർജറ്റിക് ആയിരുന്നു നമ്മുടെ മോന്. അത് കഴിഞ്ഞിട്ട് കുക്കും വന്നു. ഞങ്ങളത് വൃത്തിയാക്കി നീറ്റായിട്ട് ഞങ്ങൾ ഇടാൻ തുടങ്ങി. അതിനുശേഷം ഉമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു. മീനൊക്കെ ഞങ്ങൾ കവറിലാക്കി ഉമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തു. ഉമ്മച്ചി നല്ല ഹാപ്പി ആയിട്ട് ഉമ്മച്ചി അതിടുന്ന മൊമെൻറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മൊബൈലിൽ ഞാൻ എന്ത് ചെയ്തു, വെള്ളത്തിനകത്ത് വെച്ചിട്ട് എടുക്കുന്ന ഒരു ക്യാപ്ചറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ വല്ലാത്ത സന്തോഷമായിരുന്നു. കുക്കുവിനാണ് ഫുൾ ക്രെഡിറ്റ്. അതിന് കുക്കു മീനിടുന്ന കാഴ്ച നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാനും ഇട്ടു. അതിന് വളരെ കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ടുള്ളൂ, ഇനിയും വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കാഴ്ച എൻ്റെ മോനത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ, അത് കഴിഞ്ഞിട്ട് എൻ്റെ മോള് വന്ന് കണ്ട് സർപ്രൈസ് ആയപ്പോൾ കണ്ട ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ട്. അതിപ്പോഴും തങ്ങി നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മൊബൈൽ അതിനകത്ത് വെച്ചിട്ടെടുക്കുന്ന കാഴ്ച നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും. ഇതിന് വലിയൊരു ക്രെഡിറ്റ് കൂട്ടുകാരന് തന്നെയാണ്.